ഇപ്പൊ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഏറ്റവും ക്രൂഷ്യലായ ഒരു ഡെക്കേഡായിരുന്നു. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ RSS രൂപീകരിക്കുന്നു 20കളുടെ 25-ൽ. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഏതാണ്ട് ബാബാ സാഹേബ് അംബേദ്കറും നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഗുരുവിൻ്റെ ഈ പറഞ്ഞല്ലോ, ഗുരു ഈ പറഞ്ഞ ഹിന്ദു എന്ന ഒരു മതമില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അംബേദ്കറിന്റെ വീക്ഷണങ്ങൾ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്? അതാണ് മറ്റേ വലിയൊരു പാരലൽ ഡെവലപ്മെന്റ്. പക്ഷെ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് അവസാനത്തേക്ക് വെച്ചത്, ഗുരുവിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ജാതിയാണ്. അതാണല്ലോ ഇവരെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ്. ഗുരു ജാതി എന്ന് വെച്ച് അത് ഗുരു പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജാതി എന്നുള്ള വാക്കിൻ്റെ സംസ്കൃത അർത്ഥം ജൻ പ്ലസ് കത്തിൻ എന്നുള്ളതാണ് റൂട്ട് ഓഫ് ജാതി. അതിൻ്റെ ഡീറ്റെയിൽസോട്ട് ഞാൻ പോകുന്നില്ല. അതിൻ്റെ അർത്ഥം ജന്മരീതി എന്നാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ജാതി ഭേദം പാടില്ല, ഒരു ജാതി മനുഷ്യന്. അതായത് മനുഷ്യന് ഒരു ജന്മരീതിയേ ഉള്ളൂ. എല്ലാ മനുഷ്യരും ഒരു സ്ത്രീ പ്രസവിച്ചുണ്ടാകുകയാണ്. അല്ലാതെ ചില മനുഷ്യർ അമ്മ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞുണ്ടാകുന്നതല്ലല്ലോ, ചിലർ പ്രസവിക്കുകയല്ലല്ലോ, ചിലവർ എന്താണ് വേംസ് ആയിട്ട് ലാർവയായിട്ട് പിന്നെ മനുഷ്യരാകുകയല്ലല്ലോ. എല്ലാവർക്കും ഒരു ജന്മരീതിയേ ഉള്ളൂ. ജന്മരീതി എന്ന് വെച്ചാൽ സ്പീഷീസിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ബേസിസ് ആണല്ലോ, മെത്തേഡ് ഓഫ് ബർത്ത്, ക്രിയേഷൻ. അതാണ് ജാതി. അപ്പോൾ ഒരേ ജാതിയുള്ള ഒരു കൂട്ടത്തിനാണ്, ഒരേ ജന്മരീതിയുള്ള ഒരു കൂട്ടത്തിനാണ് ജാതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഒരു ജാതി മനുഷ്യന്. പുരുഷ സൂക്തം പറയുന്നത് മനുഷ്യൻ എന്നുള്ള വാക്കില്ല. പുരുഷ സൂക്തത്തിൽ ഈ ലിസ്റ്റ് ഓഫ് ജന്മരീതികളാണ്. ഭൂമി വിരാട്ട പുരുഷത്തിൻ്റെ കാലിൽ നിന്നുണ്ടാകുന്നു, ആകാശം മറ്റേത് മറിച്ച് എല്ലാത്തിൻ്റെ, കന്നുകാലികൾ, കഴുതകൾ, 2 വരി പല്ലുള്ള മൃഗങ്ങൾ, ഇതിൻ്റെ എല്ലാം മെത്തേഡ് ഓഫ് ക്രിയേഷൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ജീവനുള്ള എല്ലാത്തിൻ്റെയും മെത്തേഡ് ഓഫ് ബർത്ത് പുരുഷ സൂക്തത്തിൽ ലിസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഈ കഴുതകൾ, കന്നുകാലിയുടെ ഇടയിൽ മനുഷ്യൻ എന്നുള്ള വാക്കില്ല, ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നു. അപ്പം ഈ 4 ഇനങ്ങളെ ഉണ്ടാക്കുന്നത് ഋഗ്വേദത്തിലാണ്. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അത് എന്താണ്, ആനിമൽ ആണോ എന്താണോ നമുക്കറിയില്ല. പക്ഷേ 2 പോയിന്റ്സ്. ഒന്ന്, ബാക്കിയുള്ള നമ്മൾ മൃതവസ്തുക്കളാണ്, മൃഗങ്ങൾ പോലുമല്ല. നമ്മുടെ ക്രിയേഷൻ അതിലില്ല, പുരുഷ സൂക്തത്തിലില്ല, നമ്മൾ ക്രിയേഷൻ പെടുന്നില്ല. അപ്പം നമ്മൾ അവരുടെ കണ്ണിൽ, അതിൽ വിശ്വസിക്കുന്ന സനാതനികൾ, അതായത് എക്സ്ട്രീമിസ്റ്റ് ഫണ്ടമെന്റലിസ്റ്റിന്റെ കണ്ണിൽ നമ്മൾ മൃതവസ്തുക്കളാണ്. അപ്പം ഇത് ഇവർ ലിസ്റ്റ് ചെയ്തിട്ട് ഇവർ ബേസിക്കലി പറയുന്നത് എന്താണ്, 4 ജന്മരീതികളുള്ള ഇനങ്ങളാണിത്. ഒരാൾ പുരുഷൻ്റെ മുഖത്തുനിന്ന്, തോളിൽ നിന്നും, തൊടയിൽ നിന്നും, കാലിൽ നിന്നും, ഓരോന്നും, അങ്ങനെ 4 രീതികളുണ്ട്. ഇതിനെ പൊളിക്കാൻ ഗുരു പറയുന്നു ഒരു ജാതി മനുഷ്യന്, 4 ജാതിയല്ല, ഒരു ജാതി മനുഷ്യന്, എല്ലാ മനുഷ്യർക്കും. മനുഷ്യൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, അത് പുരുഷ സൂക്തം ഉപയോഗിക്കുന്നില്ല. ഇത് സനാതന, അതായത് ഫണ്ടമെന്റലിസ്റ്റ് ബ്രാഹ്മണിസത്തിന്, സനാതന ബ്രാഹ്മണിസത്തിന് ഒപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് മനുഷ്യൻ എന്നുള്ളത്. ഇല്ലാത്തൊരു ഐഡിയ ആണ്, അവർക്ക് ആ സങ്കല്പം ഇല്ല ആക്ച്വലി. അപ്പോൾ ഈ ഗുരു ഇത് പറഞ്ഞതുപോലെ ഇതില്ലെങ്കിൽ ഈ വർണ്ണം എന്താണ്? ഇപ്പോൾ ഇവർ സാധാരണ പറയുന്നത് വർണ്ണം ജീർണിച്ച് ജാതി ആയതല്ല, അത് നേരെ ഓപ്പോസിറ്റാണ്. ഈ ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന വാക്കുകൾ ഉണ്ടാക്കുന്നത് ഋഗ്വേദത്തിലാണ് ഏറ്റവും ഒറിജിനലി. പക്ഷേ ഈ കന്നുകാലിയും കഴുതയുടെ കൂടെയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈ 4 ഇനങ്ങൾക്ക് ഒരു സ്വല്പം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു ഓണർ കൊടുക്കാൻ വേണ്ടി സെഞ്ച്വറീസ് കഴിയുമ്പോഴത്തേക്ക് ഭഗവത്ഗീത അവരെ വർണ്ണം എന്നൊരു ടൈറ്റിൽ കൊടുക്കും, സ്ഥാനപ്പേര് കൊടുക്കുന്നു. അതാണ് വർണ്ണം. പക്ഷേ അപ്പോൾ ജാതിയുടെ ഒരു ടൈറ്റിലാണ് വർണ്ണം, ഇത് വ്യത്യസ്തമല്ല. അപ്പോൾ ഗുരു ചെയ്യുന്ന എന്താണ്, ഈ ഗുരു ഒരു ജാതി മനുഷ്യന് എന്നുള്ള സത്യം പറയുമ്പോൾ ഗുരു ജാതിയെ ഇല്ലാതാക്കുന്നു, വർണ്ണത്തിനെ ഇല്ലാതാക്കുന്നു, ഈ ഗുണകർമ്മ വിഭാഗശഃ എന്നുള്ള ഭഗവത്ഗീതയുടെ തിയറി ഇല്ലാതാക്കുന്നു, പുനർജന്മത്തിന് തന്നെ ഇല്ലാതാക്കുന്നു. എന്നിട്ട് ഗുരു ഒരു സ്ഥലത്ത് പറയുന്നു, ഈ മനുഷ്യന് ഒരു ജാതിയേ ഉള്ളൂ, ഒരു ജന്മരീതിയേ ഉള്ളൂ എന്നുള്ള സത്യം ഈ ലോകത്ത് അറിഞ്ഞൂടാത്ത കോപിന ആരുമില്ല, ഇതിനെ അറിഞ്ഞൂടാത്ത ആരുമില്ല എക്സെപ്റ്റ് ബ്രാഹ്മണാദികൾ. ഹാ കഷ്ടം എന്ന് ഗുരു പറയുന്നു. ഇവർക്ക് മാത്രം ഇത് മനസ്സിലാവുന്നില്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയേ ഉള്ളൂ, ഒരു ജാതിയാണ്, ഒരു ജന്മരീതിയാണ് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അംബേദ്കറിലേക്ക് പോകുന്നത് ഇൻ പാരലൽ. അംബേദ്കർ ഇത് തന്നെ പറയുന്നത്, എല്ലാ മനുഷ്യരും ഒരു ജാതി ഭേദമില്ല മനുഷ്യർക്ക്, എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യത്വം ആണ് മനുഷ്യരുടെ ജാതി എന്ന് അംബേദ്കറും പറയുന്നു. പക്ഷെ അംബേദ്കർ പ്രശ്നവൽക്കരിക്കുന്നത് ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ജാതിയിൽ വിശ്വസിക്കുന്ന ഈ ബ്രാഹ്മണാദികൾ
ഒരു ഓളിഗാർക്കിയാണ് എന്ന് അത് കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനിൽ പൊളിറ്റിക്കൽ ഗവർണൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷനിലേക്ക് കൊണ്ടുവന്നിട്ട് 20കളിൽ തന്നെ അംബേദ്കർ വീണ്ടും വീണ്ടും പറയുന്നു ഈ ബ്രാഹ്മണാദികൾ മൊണോപ്പളൈസ് ചെയ്തിരിക്കുകയാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ, അവർ അബ്യൂസ് ചെയ്യാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഫോർ ദെയർ ഓൺ ഗെയിൻ ആൻഡ് ടു ഡിനൈ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യൻസ് ടു ദ റെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി. എന്നിട്ട് 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് 2 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്നൊരു പ്രസംഗം ചെയ്യുന്നു, രണ്ടാമതൊരു മെമ്മറാൻഡം കൊടുക്കുന്നു, 8 കണ്ടീഷൻസ് ഫോർ ഡിപ്രസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാന്റാസ്റ്റിക് ഡോക്യുമെന്റ്. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടിങ് ഡോക്യുമെൻ്റ്. അതാണ് അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ പഠിപ്പിക്കുന്ന പോലുമില്ല. അതാണ് റിയൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർമൽ ഗവൺമെൻറ്റൽ ഡിസ്കഷനിൽ അംബേദ്കർ വെക്കുന്ന 8 സേഫ് ഗാർഡ്സ് ഫോർ ദി ഡിപ്രസ് ക്ലാസ്സസ് ആണ്. അതിൽ ഈ സ്പീച്ചിൽ അംബേദ്കർ പറയുന്നത് എല്ലാവരും വി ആർ ഹിയർ ഫ്രം ഇന്ത്യ ടു ഡിമാൻഡ് റെസ്പോൺസിബിൾ ഗവൺമെൻറ്, ഇലക്റ്റഡ് ഗവൺമെൻറ്, അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. പക്ഷേ ഡിപ്രസ് ക്ലാസ്സസ് ഹാവ് അനദർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഡിമാൻഡ്, വി വോണ്ട് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. That has been completely buried and suppressed for 100 years, our demand. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അംബേദ്കർ കൺസെപ്ച്വലൈസ് ചെയ്യുന്നത് ഈ 4th and 5th സേഫ് ഗാർഡിലാണ് കൺസെപ്ച്വലൈസ് ചെയ്യുന്നത്. ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയിലും ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ്, ക്ലാസ്സസ് എന്നല്ല, ബാക്ക്വേർഡ് എന്നല്ല, ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ് പറയുന്നത്. ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ, ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും വേണമെന്നാണ്. അപ്പോൾ ഇവിടെയാണ് ജാതി പോകുമ്പോൾ ബാക്കി പിന്നെ നമ്മൾ ആരാണ്? നമ്മൾ സമുദായങ്ങളാണ്. ഉദയം, ഒരു കോസിൽ നിന്നും യുണൈറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് സമുദായം എന്ന് പറയുന്നത്. നമ്മുടെ റെസിഡൻറ്റ് അസോസിയേഷൻ ആയാലും, ഈഴവയായാലും, വിശ്വകർമ്മയായാലും, എഴുത്തച്ഛനായാലും, വിമൻ ആയാലും, ഇതെല്ലാം ജേർണലിസ്റ്റ് ആയാലും, ഇതെല്ലാം സമുദായങ്ങളാണ്. ഒരു കോസിൽ നിന്ന്. അപ്പം നമ്മളെല്ലാവരും പല സമുദായങ്ങളുടെ അംഗങ്ങളാണ്, ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല. അപ്പോൾ ഗുരു പറയുന്നു ജാതിയില്ല, സമുദായങ്ങളാണ്, നമ്മൾ ജാതികളല്ല. ഈ ബ്രാഹ്മണാദികൾ ഇവർക്ക് ഇത് ജാതികളാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. അവർ ഋഗ്വേദത്തിൽ വിശ്വസിക്കുന്ന ഫണ്ടമെന്റലിസ്റ്റ് സനാതനിസ്റ്റ് ആണെങ്കിൽ അവരത് വിശ്വസിക്കും. നമ്മൾ മൃതവസ്തുക്കളാണ്, അവർക്ക് ജാതി, അവരുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യത. നമ്മൾ ജാതികളല്ല. ഇത് ഗുരു പറഞ്ഞു, ഇത് കോപ്പിന ആരും വിശ്വസിക്കാത്തൊരു കാര്യമാണ്, അവർ മാത്രം വിശ്വസിക്കുക. അപ്പം നമുക്ക് ജാതിയില്ല, ഒരു ജാതിയേ ഉള്ളൂ, ജാതി ഭേദമില്ല, നമുക്ക് സമുദായങ്ങളാണ് ഉള്ളത്. ആ സമുദായങ്ങൾ ഒന്നിച്ചു നിന്ന് സഹകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അംബേദ്കറും പറയുന്നത് പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും വേണം എന്നാണ്. എല്ലാ സമുദായങ്ങൾക്കും. സമുദായങ്ങൾ സെൽഫ് ഫോംഡ് ആണ്, ഒരു ഡെമോക്രാറ്റിക് ക്ലെയിമാണ്. ഞങ്ങളൊരു സമുദായമാണ്, ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം, ഞങ്ങൾക്ക് പ്രൊപ്പോർഷണേറ്റ് റെപ്രസെൻറ്റേഷൻ തരണം. അതിന് ഈ ഓളിഗാർക്കി എതിരാണ്. അതില് ഈ ഒളിഗാർക്കി അതിനെ ഒരു തരത്തിൽ ഇത് ചെയ്ത് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലൂടെ ഇതിനെ മുഴുവൻ മറച്ച് പിടിക്കുകയാണോ? അല്ല, അത് കുറെ കൂടെ ഡീപ്പറാണ്. ഈ 1881 മുതൽ 1931 വരെ, 41 വരെ, ആക്ച്വലി 41 സെക്കൻഡ് വേൾഡ് വാറിന് നടക്കായതുകൊണ്ട് ഫുള്ളായിട്ട് നടന്നില്ല. 8 സെൻസസ് ബ്രിട്ടീഷുകാർ നടത്തി. ആ സെൻസസിൻ്റെ പേർപ്പസ്, എല്ലാത്തിൻ്റെയും പേർപ്പസ്, ഇവരിവിടെ വരുന്നു യൂറോപ്പിൽ നിന്ന്. ഇവർ ഭയങ്കരമായിട്ട് വളരെ വളരെ വലിയൊരു തോതിലുള്ള ഒരു ഡൈവേഴ്സിറ്റിയും വൈവിധ്യവും ഭാഷകളും ലാംഗ്വേജസും ഗ്രൂപ്പ്സും എല്ലാം വലിയൊരു ഭൂഖണ്ഡമല്ലേ, അത് കാണുന്നു. അപ്പോൾ അവർക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനെ മാപ്പ് ചെയ്ത്, അതിനെ ഇൻഫർമേഷൻ എടുത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് മാപ്പ് ചെയ്ത് നമ്മളെ ഭരിക്കണം, കൊളോണിയൽ ഭരണം, നമ്മളൊരു കോളനി ആക്കണം. അതിന് വേണ്ടിയാണ് അവർ 8 സെൻസസ് നടത്തിയത്, നമ്മളെ മാപ്പ് ചെയ്ത് നമ്മളെ ഭരിക്കാൻ വേണ്ടി, ത്രൂ എ മോണാർക്കിയൽ ഓട്ടോക്രസി. അതിനാണ് ചെയ്തത്. പക്ഷേ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഹിന്ദു അപ്പർ കാസ്റ്റ് ഓളിഗാർക്കി കംസ് ടു പവർ. അവരുടെ റൈവൽസായ ബ്രിട്ടീഷുകാരെ അവർ സാധാരണ ജനങ്ങൾ പുറത്താക്കി. അവരുടെ റൈവൽസായ മുസ്ലിം റൂളേഴ്സ് വേറൊരു രാജ്യം ഉണ്ടാക്കി പോയി. അപ്പോൾ ഈ ഹിന്ദു അപ്പർ കാസ്റ്റ് ഓളിഗാർക്കി മാത്രമേ ഉള്ളൂ ഒരു പവർഫുൾ ഗ്രൂപ്പ് ഇന്ത്യയിൽ, സോൾ മൊണോപ്പൊളിയായി മാറി. അവർ ഈ സെൻസസിൻ്റെ പേർപ്പസ് മാറ്റി. അപ്പോൾ ഈ കൊളോണിയൽ സെൻസസും പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സെൻസസും ഒന്നായിട്ട് നമ്മൾ കാണാൻ പാടില്ല. എങ്ങനെ മാറ്റി? ദേ ഡിസൈഡഡ് ടു ചേഞ്ച് ദി സോഷ്യൽ എഞ്ചിനീയറിങ്. അവിടെയാണ് സോഷ്യൽ എഞ്ചിനീയറിങ് തുടങ്ങുന്നത്. ഈ സോഷ്യൽ ഐഡൻറ്റിറ്റിയെ മാറ്റാൻ അവർ തീരുമാനിച്ചു. എവേ ഫ്രം സമുദായം ടു റിലിജൻ. അപ്പോൾ റിലിജൻ വരുമ്പോൾ ഒരു 85% ആവുന്നു ഹിന്ദുസ്. അപ്പോൾ അവർക്ക് ഈ ഓളിഗാർക്കിക്ക് മെജോറിറ്റി കിട്ടുന്നു.
അവിടെയാണ് ഈ നാനാത്വ ഏകത്വം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മൈനോറിറ്റീസിനെ മാനേജ് ചെയ്യണം. അതിനെ ഈ ലെഫ്റ്റ് ലിബറൽസും ഈ റൈറ്റ് വിങ് ആയിട്ട് അല്ല കൺസർവേറ്റീവ് ആയിട്ടുള്ള ഓളിഗാർസും തമ്മിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ഇവർ വിചാരിക്കും നമ്മൾ സപ്രസ് ചെയ്യണം, ഇവർ വിചാരിക്കും നമ്മൾ മൈനോറിറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു ടാക്ടിക്കൽ ഡിഫറൻസ് ആണ്. പക്ഷേ ഇവരെല്ലാവരും തീരുമാനിച്ചു ഈ സമുദായ സ്വത്വത്തിനെ ഇല്ലാതാക്കണം, എന്നിട്ട് റിലീജിയസ് സ്വത്വത്തിനെ എൻകറേജ് ചെയ്യണം, ബിൽഡ് ചെയ്യണം. അതാണ് അക്ഷയ് മുകുളിൻ്റെ ബുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ഹിന്ദു ഇന്ത്യ. അത് ഈ 20s അത് തുടങ്ങുന്നത്. ഇതേ സമയത്താണ് തുടങ്ങുന്നത്. ഈ പാരലലിൽ ഒരു ഹിന്ദു ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്യണം. സെൻസസ് ഹിന്ദു ഇന്ത്യയുടെ കൺസ്ട്രക്ഷൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് സമുദായ സെൻസസ് എടുക്കാത്തത്. ഇപ്പോൾ 93 വർഷമായിട്ട് ഫോർ എക്സാമ്പിൾ ഈഴവ കമ്മ്യൂണിറ്റിയുടെ കണക്കെടുത്തിട്ടില്ല. എത്ര ഈഴവരുണ്ടെന്ന് ആർക്കും അറിയില്ല. ഈ 1921 മലബാർ, കൊച്ചിൻ, ട്രാവൻകോർ പോപ്പുലേഷൻ എടുത്താൽ ഈഴവ തീയ പോപ്പുലേഷൻ അതിൻ്റെ 21% ആണ്. ഇന്നും 21% ആണെന്ന് പറയുന്നത് അത് സാധ്യമാണോ? 100 വർഷമായിട്ട് സെയിം മാറാതെ ഒരു 21% നിൽക്കുന്നു, അല്ലെങ്കിൽ 22% നിൽക്കുന്നു, സാധ്യമല്ല. അപ്പോൾ കാരണം ആർക്കും അറിയില്ല എത്ര ഈഴവാസം ഉണ്ടെന്ന്. ജീവിച്ചിരിപ്പുണ്ടോ, മരിക്കുന്നോ, എവിടെ വിദ്യാഭ്യാസം കുറയുന്നു, എവിടെ ഹെൽത്ത് കുറയുന്നു, ആർക്കും അറിയില്ല. ഒരു സമുദായം, ഈ റിലീജിയസ് സമുദായം അല്ലാതെ മുസ്ലിമിൻ്റെ ഉള്ളിലുള്ള സമുദായങ്ങൾക്ക്, ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിലുള്ള സമുദായങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ പവർഫുൾ സമുദായങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഈ സെൻസസ് കഴിഞ്ഞപ്പോൾ ഇവരുടെ പേർപ്പസ് നമ്മളെ മാപ്പ് ചെയ്യാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അല്ല. ഇവർക്ക് ഈ ഓളിഗാർക്കിക്ക് ഇന്ത്യ നല്ലോണം അറിയാം. അവരാണ് ഇന്ത്യൻ റിയാലിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നത്. അവരാണ് ജാതി ഉണ്ടാക്കുന്നതും പാർശ്വവൽക്കരിക്കുന്നതും, നീ ഇത് ചെയ്യൂ, മറ്റേതാൾ ചെയ്യരുത്. അപ്പോൾ ഈ റിയാലിറ്റി അവർക്ക് അറിയേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇൻഫർമേഷൻ മാപ്പിങ്ങിൻ്റെ പേർപ്പസ് ഇസ് നോട്ട് റെലവൻറ്റ് ഫോർ ദം. സോഷ്യൽ എഞ്ചിനീയറിംഗ് and for the purposes of maintaining the oligarchy became the main instrument of the census. അതുകൊണ്ടാണ് ഇന്നും അവർ ഡിനൈ ചെയ്യുന്നത്, അവർ റെഫ്യൂസ് ചെയ്യുന്നത്. സെൻസസ് എടുക്കില്ല. ബിക്കോസ് സെൻസസ് എടുത്തു കഴിഞ്ഞാൽ we will know what the truth is about us, where we stand. The purpose is to destroy us, so don't recognize us. നമ്മളെ അംഗീകരിക്കരുത്, നമ്മളെ എണ്ണരുത്. അങ്ങനെ അവഗണിച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി ഒരു 100-200 വർഷമാകുമ്പോഴത്തേക്ക് ഈ കമ്മ്യൂണിറ്റീസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല. പകരം നമ്മളൊരു വലിയൊരു ഹിന്ദു എന്നുള്ളൊരു പൊതുപ്പേരിൽ നമ്മളെ കൊണ്ടുവരികയും ഗ്രാജുവലി നമ്മളുടെ ആധ്യാത്മികത തന്നെ ഈ 11 G11 ഗ്രൂപ്പ് ഓഫ് 11 എന്നാണ് ഞാൻ പറയുന്നത്, G11 മതങ്ങളിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ബേസിക്കലി. അപ്പം അതാണോ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സും മോഡി ഫിനോമിനയും റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ മോദി എന്നൊക്കെ ഉള്ളത് ഒരു ബബിളാണ്. അത് അൺഇമ്പോർട്ടൻറ്റ് ബബിളാണ്. നമ്മൾ ഇത് തുടങ്ങുന്നത് ഈ പറഞ്ഞ പോലെ അക്ഷയ് മുകുൾ പറഞ്ഞ പോലെ ദി ഐഡിയ ടു കൺസ്ട്രക്ട്, ഈ ബ്രിട്ടീഷ് പോയി കഴിഞ്ഞാൽ ഈ ഓളിഗാർക്കി, ഈ ചാതുർവർണ്ണ ഓളിഗാർക്കി മസ്റ്റ് കൺട്രോൾ ഇന്ത്യ. ദേ കനോട്ട് ലൂസ് പവർ. അപ്പോൾ അത് ഇൻ എ സെൻസ് അവർ ഇന്ത്യ കോളനൈസ് ചെയ്യാണ്. ദേ ആർ ദി ഓൾഡസ്റ്റ് കോളനൈസേഴ്സ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു പെരിയാർ ആൻഡ് ഓൾ ദീസ് പീപ്പിൾ, അല്ലേ? ഓൾഡസ്റ്റ് കോളനൈസേഴ്സ്. അപ്പോൾ ഈ ന്യൂവർ കോളനൈസേഴ്സിനെ അവർ പുറത്താക്കിയിട്ട് ഈ ഓൾഡസ്റ്റ് കോളനൈസേഴ്സ് are going back to colonize the country. അപ്പോൾ they want to control us by destroying our social identity. അപ്പോൾ ഈ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്തോ ഭീകരമായിട്ട് ട്രൈബലിസം ആണെന്ന് പറഞ്ഞ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാണ്. ആക്ച്വലി ഇത് കൾച്ചറൽ കമ്മ്യൂണിറ്റീസാണ്. ഓരോ കമ്മ്യൂണിറ്റീസും ഇവർ ഗ്രാജുവലി അത് ഇവോൾവ് ചെയ്തു. അത് ഇനിയും ഇവോൾവ് ചെയ്യും. അത് അത് ഒരുപാട് മാറ്റങ്ങൾ വരും. ഇത് കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് ഓർഗാനിക് കമ്മ്യൂണിറ്റീസ് ആണ്. ഒരു സ്റ്റാറ്റിക് എൻറ്റിറ്റി അല്ല, വളരെ ഡൈനാമിക് ആയ ഒരു. ഓരോ ഈ സമുദായങ്ങളും പല വിധത്തിലും ഇവോൾവ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് കണ്ടിന്യൂയിങ് ടു ഇവോൾവ് ആണ്. അപ്പോൾ അതിനെ ഒരു നാച്ചുറൽ ഓർഗാനിക് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ വിട്ടുകൊടുക്കണം. അതിന് ഒരു ഭീകരമായി ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പ് ആർക്കാണ് ത്രെറ്റനിങ്? എന്ത് എക്സ്പ്ലോയിറ്റേഷനാണ് അവർ ചെയ്തിട്ടുള്ളത്? എന്ത് വയലൻസാണ് അവർ ത്രെറ്റൻ ചെയ്തത്? എന്ത് ഡോമിനേഷനാണ്? വൈ ഷുഡ് ദാറ്റ് കമ്മ്യൂണിറ്റി ബി ഡിസ്ട്രോയിഡ്? അത് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത് കേരളത്തിനും ഇന്ത്യക്കും നല്ലതല്ലേ? ഈ എല്ലാവർക്കും ഓപ്പണായി നിൽക്കുന്ന പല വൊക്കേഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന, ഈ പറഞ്ഞ പോലെ സാഹോദര്യത്തിലും സ്നേഹത്തിലും അനുകമ്പയിലും വിശ്വസിക്കുന്ന ഒരു ഗുരുവുള്ള, അപരവൽക്കരണത്തിനെതിരെ നിൽക്കുന്ന ഒരു ഗുരുവുള്ള ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത് നല്ലതല്ലേ?
എന്തിനാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്? അത് ഹിന്ദു വൽക്കരിക്കാൻ വേണ്ടിയാണ്, ഈ G11 ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കൗണ്ടർ നമുക്ക് സെൻസസ് നടത്തണം, സമുദായങ്ങളെ സ്ട്രെങ്തൻ ചെയ്യണം, സമുദായങ്ങളുടെ കൾച്ചർ. അപ്പോൾ സമുദായങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സദാചാര മൂല്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂസ്, ഇക്വാളിറ്റി, ലിബർട്ടി, ഡിഗ്നിറ്റി, ഫ്രെറ്റേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, സ്വാഭിമാനം, ഈ മൂല്യങ്ങൾ അനുസരിച്ച് നമ്മൾ റിഫോം ചെയ്യണം. നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള സ്ത്രീ അസമത്വവും മറ്റ് പേട്രിയാർക്കിയും ഫ്യൂഡലിസവും ഇതെല്ലാം മാറ്റി നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൂല്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. ഇതൊരു നല്ലൊരു ഡെമോക്രാറ്റിക് ഇന്ത്യ ബിൽഡ് ചെയ്യാൻ ഒരു നല്ലൊരു ഫൗണ്ടേഷനാണ്. അത് ആണ് ഏറ്റവും അധികം ത്രെട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാലമാണെന്ന് പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് സാറിൻ്റെ ഒരു ഇതിൽ പറയുന്ന ഒരു സാധനം നമ്മൾ പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് ഹിന്ദുത്വം വരാൻ പോകുന്നത്. പക്ഷെ സാറ് പറയുന്നത് ഇത് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷനിലൂടെയാണ്. ജുഡീഷ്യറിയിൽ ഈ ഓളിഗാർക്കിക്ക് വലിയൊരു ഡോമിനേഷൻ ഉണ്ട്. അത് ഹിസ്റ്റോറിക്കൽ ഡോമിനേഷനാണ്. അപ്പോൾ റഫ്ലി സ്പീക്കിംഗ് ഒരു 40% സുപ്രീം കോടതി ജഡ്ജസ് ആർ ഫ്രം ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി അലോൺ. അത് നത്തിങ് എഗൻസ്റ്റ് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി. അയ്യങ്കാർ, നമ്പൂതിരിയൊക്കെ സ്ട്രോങ് ആയിരിക്കും, നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ പുലയ, സാംബവ, ഈഴവ അവരും ഈക്വലി സ്ട്രോങ് ആയിരിക്കണം. ഒരു 3-4 കമ്മ്യൂണിറ്റീസ് മാത്രം സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ ഒരു ട്രിവാൻഡ്രത്ത്, പാലക്കാട്ട് ഒരു ഗ്ലോബൽ ബ്രാഹ്മിൻ കൺവെൻഷൻ നടത്തി. അവരെന്തുകൊണ്ട് ഗ്ലോബൽ ഹിന്ദു കൺവെൻഷൻ നടത്തിയില്ല? ഇപ്പോൾ അതൊരു ഗ്ലോബൽ ഈഴവ കൺവെൻഷൻ ആയിരുന്നു പറഞ്ഞു തന്നെ അത് വിഭാഗീയതയാണ്, അത് ട്രൈബലിസമാണ്, എല്ലാം ഒപ്പോസ് ചെയ്തതിന്. പക്ഷേ ഗ്ലോബൽ ബ്രാഹ്മിൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അതിനെന്തോ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, ഒരു അപ്രൂവലുണ്ട്. അപ്പോൾ അവരുടെ സമത്വത്തിനെ നിലനിർത്തുക, നമ്മളെയൊക്കെ ഇല്ലാതാക്കുക, അതാണ് അവരുടെ സ്ട്രാറ്റജി. അപ്പം നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ, ഈ ഓളിഗാർക്കിക് ഡോമിനേഷനെ അവസാനിപ്പിക്കണമെങ്കിൽ, ജനാധിപത്യം വേണമെങ്കിൽ, ഗുരു പറയുന്നത് ഈ ഹിന്ദു എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി പൊതുപ്പേരിനെ നമ്മൾ ഗിവപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ 85% മാനവധർമ്മം എന്നുള്ളൊരു ഓപ്പൺ പൊതുപ്പേര് നമ്മൾ എടുക്കണം. ഡോക്ടർ അംബേദ്കർ പറയുന്നത് എന്നിട്ട് നമ്മൾ ജാതികളല്ല, നമ്മൾ സമുദായങ്ങളാണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഈ ജാതിയുടെ തൊപ്പി നമ്മുടെ തലയിൽ വെച്ചിട്ടാണ് ഹിന്ദുവിൻ്റെ തൊപ്പി നമ്മുടെ തലയിൽ വെക്കുന്നത്. ജാതി എന്നുള്ള കോൺസെപ്റ്റിൽ മാത്രമേ ശ്രേണീകരണമുള്ളൂ, സമുദായത്തിൽ ശ്രേണീകരണമില്ല. ഇവർക്ക് ശ്രേണീകരിക്കാനുള്ളൊരു മെക്കാനിസമാണ് ജാതി. ഈ ഋഗ്വേദത്തിൽ മുതൽ ഇങ്ങോട്ടുള്ള ശ്രേണീകരിക്കുകയാണ്. അപ്പം നമ്മൾ ജാതി അവോയ്ഡ് ചെയ്ത് നമുക്ക് ശ്രേണീകരണമില്ല. ഇപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു സെക്കുലറൈസേഷൻ അല്ലെങ്കിൽ മതേതരത്വം വരണമെന്നുണ്ടെങ്കിൽ ഈ ജാതിയുടെ തൊപ്പി നമ്മൾ എടുത്ത് കളയണം. അവിടെ നിന്നാണ് സെക്കുലറിസം തുടങ്ങുന്നത്. അതെ. അപ്പം ഞങ്ങൾ ഈയിടെ ഒരു മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി, ഗവൺമെൻറ്റിനോട് ഡിമാൻഡ് ചെയ്യാണ് ജാതി എന്നുള്ള വാക്ക് അവോയ്ഡ് ചെയ്യണം. ജാതി ഗുരു പറയുന്നത് ജന്മരീതി എന്നാണ്. നമുക്കൊരു ജാതിയുള്ളൂ, ജാതി ഭേദം പാടില്ല. അപ്പോൾ ഈ ഫോമിലൊക്കെ ജാതി ചോദിക്കരുത്, സമുദായം എന്നേ ചോദിക്കാൻ പാടുള്ളൂ. നമ്മൾ സമുദായങ്ങളാണ്. ശരിയാണ്, ജാതി എന്നുള്ള തൊപ്പി കളയണം. ഹിന്ദു എന്നുള്ള ഈ G11 പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു പൊതുപ്പേരാണ്, അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരത് വെക്കട്ടെ. പക്ഷേ G11 മാത്രം പെടാത്ത എല്ലാത്തിലും ദിവ്യം എല്ലാത്തിനെയും ദിവ്യമായി കാണുന്ന, സേക്രഡ് ആയിട്ട് കാണുന്ന ഒരു ജനത ഇവിടെ ഉണ്ട്. വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ആധ്യാത്മികതയുള്ള ജനതയുണ്ട്. അവർക്ക് അവരുടെ റിലിജൻ്റെ പൊതുപ്പേര് മാനവധർമ്മമാണ് എന്ന് മനസ്സിലാക്കണം. എനിക്ക് വളരെ സന്തോഷമായി, ഈയിടെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരു മുസ്ലിം ലേഡി, ഈ ഹിജാബ് ധരിക്കുന്ന ഒരു വളരെ റിലീജിയസ് ആയിട്ടുള്ള വളരെ നന്മയുള്ള ഒരു ലേഡി ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, പക്ഷേ എൻ്റെ ഞാൻ ബിലോങ് ചെയ്യുന്ന പൊതുപ്പേര് മാനവധർമ്മം എന്നാണെന്ന് പറഞ്ഞു. ശ്രീനാരായണ മാനവധർമ്മമാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എനിക്കും അതിലൊരു ഭാഗമുണ്ട്. ബിക്കോസ് എനിക്ക് എല്ലാ റിലിജൻസിനെയും റെസ്പെക്റ്റ് ചെയ്യണം. എല്ലാ ആൾക്കാരുടെ വിശ്വാസം, ഇന്ത്യയിൽ എല്ലാ ആൾക്കാരുടെ വിശ്വാസത്തിനെയും നിന്നും നന്മ എനിക്ക്, എൻ്റെ റിലിജനും അതാണ് എന്നോട് പറയുന്നത്. എല്ലാ മനുഷ്യൻ്റെയും നന്മ ഞാൻ ഉൾക്കൊള്ളണം എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആർക്കിടെക്ചർ വേണം എന്നാണ് ഗുരു 100 വർഷം മുമ്പ് പറഞ്ഞത്. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പൊതുപ്പേര് നമുക്ക് വേണം. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ ഈ ഹിന്ദുത്വ ഭീഷണിയെ കൗണ്ടർ ചെയ്യാനുള്ള മാർഗം. പ്രാതിനിധ്യ ജനാധിപത്യവും ഈ പൊതുപ്പേര് കറക്റ്റ് ചെയ്യുക, ഈ ജാതി എന്നുള്ള പേര് അബാൻഡൻ ചെയ്യുക, ഈ ഹിന്ദു എന്നുള്ള G11 പൊതുപ്പേര് കറക്റ്റ് ചെയ്തിട്ട് ഒരു ഗുരു പറയുന്ന പോലെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുപ്പേര് വേണമെങ്കിൽ അതെടുക്കുക. അതാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ഇന്ത്യൻ എന്ന് പറയുന്നത് മാനവധർമ്മത്തിൻ്റെ തന്നെ മറ്റൊരു വാക്കാണ്. പക്ഷെ അതൊരു പൊതുപ്പേര്, ഒരു മതത്തിൻ്റെ പൊതുപ്പേരായിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ധർമ്മം, മാനവധർമ്മം. ഇതിൻ്റെ ഒരു അവസാനത്തിൽ ഞാൻ വീണ്ടും
താങ്കൾ ഉന്നയിച്ച ജുഡീഷ്യറിയുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു തിയോക്രാറ്റിക് അപ്രോച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചും ഒന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചില ജഡ്ജിമാർ ഈ സനാതനധർമ്മ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ശരിക്ക് ഒരു തിയോക്രാറ്റിക് സമീപനമല്ലേ? അല്ല, ഏത് സമീപനവും ഈ ശബരിമല മേൽശാന്തി കേസിലും വന്ന സമീപനം അത് പറയുന്നത് ട്രഡീഷൻ അപ്ഹോൾഡ് ചെയ്യണം എന്നാണ്, റിലീജിയസ് ട്രഡീഷൻ. ഈ ട്രഡീഷൻ എന്താണെന്ന് തെളിവില്ല, തന്ത്രി പറയുന്നു. പക്ഷെ തന്ത്രി കോടതിന് മുമ്പിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല എന്താണ് ഈ ട്രഡീഷൻ എന്ന്. അപ്പോൾ ഞങ്ങൾ ആർഗ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ പരശുരാമൻ പറഞ്ഞു എന്ന്, ഈ ശബരിമലയിൽ മേൽശാന്തി ബ്രാഹ്മണനായിരിക്കണം. പരശുരാമൻ എന്തൊരു ഫോർസൈറ്റ് ആയിരുന്നു ഇല്ലേ, ഇവിടെ ഇങ്ങനത്തെ ഒരു മലയാരന്മാരുടെ അമ്പലം ഉണ്ടാകും. ഈ ഇപ്പം ഇത് പരശുരാമൻ ഫ്രഷ് ആയിട്ട് ഈ ഭൂമിയെ സമുദ്രത്തിൽ നിന്ന് റേസ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതെല്ലാം മുൻകണ്ടു പരശുരാമൻ, കണ്ടു കാണും. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇത് അദ്ദേഹം മലയാള ബ്രാഹ്മൺ എന്നുള്ള വാക്കും അദ്ദേഹം ഇൻവെന്റ് ചെയ്യണം. ഇതൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അപ്പം റിലീജിയസ് ട്രഡീഷനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ, പ്രൂഫ് ഇല്ലാതെ, എവിഡൻസ് ഇല്ലാതെ അപ്ഹോൾഡ് ചെയ്യണം എന്നാണ് ബേസിക്കലി ഹൈക്കോടതി പറയുന്നത്. അതിനെയൊക്കെ ഞങ്ങൾ ചാലഞ്ച് ചെയ്ത ആർഗ്യുമെൻറ്റ്സിനെ ഒന്നും ജഡ്മെൻറ്റിൽ അതിനെ ഡീൽ ചെയ്തിട്ടില്ല. മിക്കവാറും മെയിൻ ആർഗ്യുമെൻറ്റ്സിനെ ഡീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ ഈ സനാതന ധർമ്മത്തിനെ കുറിച്ച് പറയുന്നതും ഈ തിയോക്രാറ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ റിലിജൻ എന്താണെന്ന് ഈ പ്രീസ്റ്റ് പറയും, അതിനെ നമ്മൾ അൺക്വസ്റ്റനിംഗ്ലി അക്സെപ്റ്റ് ചെയ്യണം. അതല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ പറയുന്നത് ഓൾ പവർ ആൻഡ് അതോറിറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഷാൽ എമിനേറ്റ് ഫ്രം ദ പീപ്പിൾ എന്നാണ്, നോട്ട് ഫ്രം ദ പ്രീസ്റ്റ്, ഫ്രം ദ പീപ്പിൾ. അപ്പോൾ അതിൻ്റെ ഘടകവിരുദ്ധമായിട്ടാണ് ഈ തിയോക്രാറ്റിക് അപ്രോച്ച്. കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് അപ്രോച്ച് ഉള്ള ജഡ്ജസ് പലരും ഉണ്ട്. അവരിത് വളരെ കെയർഫുള്ളി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അവരുടെ ഹയസ്റ്റ് നോംസ് എടുക്കുന്നത്. അതിനവർക്കൊരു അൺറിട്ടൺ കൺവെൻഷൻ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷനുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഇൻ്റർപ്രിട്ടേഷനുണ്ട്. അത് അനുസരിച്ചാണ് അവരത് എടുക്കുന്നത്. അത് ഫോളോ ചെയ്യാതെ ഈ തിയോക്രാറ്റിക് ജഡ്ജ്മെൻറ്റ്സിന് വരാൻ ഒക്കില്ല. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ലീഗൽ പ്രൊഫഷൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച്. ഇപ്പോൾ ഒരു ഡോക്ടർ വിച്ച് ക്രാഫ്റ്റ് വെച്ചിട്ട് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു, അത് മെഡിക്കൽ സയൻസിൽ വെച്ചിട്ടല്ല എന്ന് നമുക്ക് ഡോക്ടേഴ്സിനല്ലേ ജനങ്ങളെ അറിയിക്കാൻ ഒക്കുള്ളൂ. മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ഈ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ബേസിസിലാണോ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ലീഗൽ പ്രൊഫഷൻ ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഒരു പൊതുധാരണ ഉണ്ടാക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജുഡീഷ്യറിയിൽ നിന്ന് വന്നാൽ അതിന് ഉടനെ അത് പോയിൻ്റ് ഔട്ട് ചെയ്യണം, ഇത് തെറ്റാണ്, ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് കോടതികളോട് അഭ്യർത്ഥിക്കണം.